നിന്റെ ഫുട്ബോൾ കളിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഏയ് ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നീ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഉമ്മ ഒറ്റയ്ക്കാവില്ലേ? ഉമ്മക്ക് അങ്ങനെ വയസ്സായിട്ടൊന്നുമില്ലല്ലോ. മാത്രമുള്ള ആൾക്കാർ നല്ല ആൾക്കാരാ, അതുകൊണ്ട് കുഴപ്പമില്ല. ശ്രീയേട്ടാ, പഴയ ഫോൺ വല്ലരിപ്പുണ്ടാവോ? എടാ, ഒരു പഴയ നോക്കിയ ഫോൺ ഉണ്ടായിരുന്നല്ലേ? നമ്മുടെ ഷെൽഫിൽ വരുന്നിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതപ്പോ എടുത്തരാം. 10 മിനിറ്റ് കൂടി ഉള്ളോട്ടെ, അത് കഴിഞ്ഞ് ഓഫ് ചെയ്തേക്കണം. എടാ, നിനക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അങ്ങനെ വെച്ച് ആരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ അല്ലേ? എടോ, കല്യാണം കഴിഞ്ഞിട്ട് 8-9 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഹണിമൂണൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഇപ്പോഴല്ല ഒത്തു വന്നത്. അപ്പോൾ മറ്റന്നാൾ ഒരു ട്രിപ്പ് പോകാനാണ് ഞങ്ങളുടെ പരിപാടി. ഓ, ഡൽഹി, കുളു, മനാലി, ഷിംല, അങ്ങനെ. ആഗ്ര? ആഗ്ര. അങ്ങനെ ഒരു 1 വീക്ക് ട്രിപ്പ്, അത്രേ ഉള്ളൂ. ഞാനെന്നാ എൻ്റെ ഫ്രണ്ടിനൊന്നുകൂടെ വിളിച്ചു നോക്കാം. എടോ, താനിവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മോളേതാ? ആക്ച്വലി റാംബോനെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഹൗസ് സർവീസിനെ ഏൽപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. പുള്ളി കുറച്ച് ഏജ്ഡ് പേഴ്സണാ, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തനിക്ക് നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ നോ ഇഷ്യൂസ്, ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? നാട്ടിൽ ചെന്നിട്ട് ഇത് കണ്ട ഉമ്മ ചിലപ്പോൾ സീനാക്കും. നീ ഇവിടെ നിന്നോടാ. അല്ല, അപ്പൊ ഫുഡിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വേണേ താഴെ സെക്യൂരിറ്റിയോട് പറയാം. അല്ല വേണ്ട, കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല ചേട്ടാ. ഓക്കെ. റാംബോ, നോ നോ. അച്ചായോ, അവന്മാരെ എസ്കേപ്പായി വണ്ടി കിട്ടി. ഇവിടെ കുനിങ്ങൾ റോഡിൻ്റെ അവിടെ നിന്ന്. ಇಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಏನಾದರೂ ಹೋಮ್ ಸ್ಟೇ ಇದೆಯಾ? ಅವರು 2 ಜನ ಇತ್ತು. ಕ್ಯಾಲಿಕಟ್ನಿಂದ ಒಂದು ಟ್ಯಾಕ್ಸಿನಲ್ಲಿ ಬಂದಿತ್ತು. ಕ್ಯಾಲಿಕಟ್ನಿಂದ ಬಂದಿದೆ ಅಂತ ಹೆಂಗೆ ಗೊತ್ತಾಯ್ತು? ಯಲಂದ್ರ ಟ್ರಾವೆಲ್ಸ್ ಯಾವಾಗಲೂ ನಮ್ಮ ಹತ್ರನೇ ಬರೋದು. ಏನು ಸರ್, ಏನೋ ಪ್ರಾಬ್ಲಮ್ ಇದೆಯಾ? ഈ അൻവർ എവിടെയാ? അൻവറിന്റെ ഉമ്മ നിൽക്കണേ. ഇവരാ? എന്താ മോനെ? ഒന്നുമില്ല. അച്ഛാ, എന്തെങ്കിലും പറയണ്ടേ? 2 സുലൈമാനി നല്ല ഇവിടെ.